ഇന്നത്തോടുകൂടി നിങ്ങളുടെ മകളുമായിട്ടുള്ള എല്ലാവിധ ലൗകിക ബന്ധങ്ങളും അവസാനിപ്പിച്ചതായി വളരെ താത്വികമായി അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറും. എന്താ പണ്ടായി? എന്താ മോളെ? എന്താ സംഭവിച്ചത്? മൂപ്പരെ ഇലക്ഷന് നരകിച്ച് തോച്ചതിന്റെ ദേഷ്യാണ്. നാട്ടിലെ വോട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? നാട്ടിലെ തെണ്ടിയാളെ വോട്ട് പോട്ടെ, എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ അന്നവും വളവും കൊടുത്ത് വളർത്തിയ ഒരു തെണ്ടി ഉണ്ടല്ലോ, ഇവള് എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് പറിച്ചു കുത്തി. ആ ഒരു വോട്ട് ഞാൻ ശരിക്കൂല. പെൻഷൻ വാങ്ങി തിന്നിട്ട് വോട്ട് മറിച്ച് കുത്തിയവരോട് ക്ഷമിച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാരുടെ നാടാണിത്. ക്ഷമ ചെമ്മിന്റെ ഗുണം ചെയ്യുമെന്നല്ലേ പോറ്റി പറഞ്ഞിട്ടുള്ളത്? നാട്ടുകാരോട് ക്ഷമിക്കാം, പക്ഷെ അതിന്റെ കൂടെ കിടക്കുന്ന ഓളുണ്ടല്ലോ, ഓളോട് ഇവളെനിക്ക് വോട്ട് കുത്തിയില്ല എന്നുള്ളതിന് എന്താ എനിക്ക് ഇത്ര ഉറപ്പ്? ഓള് എനിക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് 2 വോട്ടാവൂലേ? എനിക്ക് ആകെ കിട്ടിയുള്ള 1 വോട്ടാ, അത് ഞാൻ എനിക്ക് തന്നെ കുത്തിയ വോട്ടാ. എന്തായാലും ഇങ്ങ് ഡൈവേഴ്സായി പോവല്ലേ? ആ ടെറസിലെ ഉണക്കാട്ട തുണി എടുക്കാൻ മറക്കണ്ട, രാത്രി മഞ്ഞുള്ളാണ്. ആ കസാല ഇരിക്കണെങ്കിൽ ഒരു അടവെത്തിയ വണ്ടി അതിനോട് പറയടി. രാത്രിക്ക് ചപ്പാത്തി നരകിച്ച് തോറ്റ എക്സ് മെമ്പർ അല്ലേ, ഇനി കുറച്ച് ദിവസം ഹോട്ടലിൽ പോയി മിണിക്കോ. 1ാം വാർഡായ കുന്തിപ്പുഴയിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വെറും 1 വോട്ടാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞു